ഇന്നത്തെ വചനചിന്ത ഇപ്രകാരമാണ്. ഒരു ധനികനായ യുവാവ് അവൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ട്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്, നീ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ അവനെ വിഷാദിച്ച് തിരിച്ചുപോയി എന്ന് പറയാം. നമ്മൾ ഒന്നാം ഘട്ടം നമുക്കെപ്പോഴും എളുപ്പമാണ്, അതായത് പള്ളി വന്ന് നിൽക്കുകയാണ്, ഒന്നാം ഘട്ടം റെഡിയായി. പക്ഷേ ഇനിയാണ് പ്രശ്നം. രണ്ടാം ഘട്ടം നമുക്ക് ആർക്കും പലരും കംപ്ലീറ്റ് ചെയ്യാറില്ല. പല വിചാരമില്ലാതെ കുർബാന അർപ്പിക്കുക സാധിക്കുമോ? ഈ കുർബാന മധ്യ ഫോൺ ചെയ്യാതെ, വീഡിയോ പിടിക്കാതെ, ഫോട്ടോ ഒന്നും എടുക്കാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മുടെ സമർപ്പണം. അത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ വലിയ സ്നേഹത്തോടെ വന്നിരിക്കുകയാണ്. ഈശോയെ ഞാനിതാ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ പ്രവൃത്തിയിൽ ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും നമുക്ക് അത് പൂർണ്ണമാക്കാൻ പറ്റായ്മയുണ്ട്. നമുക്കത് ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് വിചിന്തനം ചെയ്യാം. നമുക്ക് ശ്രദ്ധയോടുകൂടെ ബലിയർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.